ആശാവർക്കർമാർ ഓണറേറിയം ആവശ്യപ്പെട്ട് ദിവസങ്ങളായി നടത്തുന്ന സമരം നിയമസഭയിലും ചർച്ചയായി. പ്രതിപക്ഷമാണ് വിഷയം അവതരിപ്പിച്ചത്. ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് പാവപ്പെട്ട ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ തിരിച്ചുകൊണ്ട് വോട്ട് പിടിക്കാമെന്നുള്ള രഹസ്യ അജണ്ട കോൺഗ്രസുകാർ ചെയ്യുമ്പോൾ പട്ടിണിയിലാവുന്ന പാവപ്പെട്ട ആശമാരുടെ ദുരിതത്തിന് ആരാണ് കണക്ക് പറയുക? കോൺഗ്രസുകാർ ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായി മന്ത്രി വീണ ജോർജ് ഉത്തരം പറഞ്ഞുവെങ്കിലും അതൊന്നും തൃപ്തി വരാത്ത മട്ടിൽ പിന്നെയും ആക്ഷേപങ്ങൾ നിരത്തുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ചു പറഞ്ഞു. 13,000 രൂപ വരെ കിട്ടുന്നുണ്ട് എന്നും ഇതിൽ 9,400 നൽകുന്നത് സംസ്ഥാന സർക്കാരാണെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു. ബാക്കി തുകയാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. SUCIയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മാറിയത് കേരളത്തിന്റെ ഗതികേടാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. SUCIയുടെ നിലപാടാണോ INTUCക്ക് ഉള്ളതെന്നും മന്ത്രി ചോദിച്ചു. അതെങ്കിലും പരിശോധിച്ചിട്ട് വരാൻ പ്രമേയ അവതാരകൻ തയ്യാറാകണമായിരുന്നു എന്നും മന്ത്രി വിമർശിച്ചു. കേന്ദ്ര സ്കീം പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നത് UDF സർക്കാരാണ്. വീണ്ടും ഒരിക്കൽ കൂടി UDF സർക്കാർ തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തിരുന്നു. തൊഴിൽ നിയമത്തിൽ ആശമാരെ കൊണ്ടുവരണമെന്ന് അവർ എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ എന്നും മന്ത്രി ചോദിച്ചു. 1000 രൂപയിൽ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് LDF സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാനും അറിയാമെന്നും അതുകൊണ്ട് തന്നെയാണ് ഓണറേറിയം 7000 രൂപയാക്കി വർദ്ധിപ്പിച്ചത് എന്നും അത് ഇനിയും വർദ്ധിപ്പിക്കണമെന്നു തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നും വീണ ജോർജ് ആവർത്തിച്ചു. ആശമാരുമായി വിശദമായി സർക്കാർ ചർച്ച നടത്തിയിരുന്നു. സിക്കിമിൽ ഓണറേറിയം നൽകുന്നത് 6000 രൂപ മാത്രമാണ്. ഏറ്റവും ഉയർന്ന വേതനം കേരളത്തിൽ തന്നെയാണ് ലഭിക്കുന്നത് എന്നും കൂട്ടിച്ചേർത്ത വീണ ജോർജ് പ്രതിപക്ഷം സഭയെ തെറ്റിദ്ധരിപ്പിക്കരുത്, വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചു എന്നുള്ള നേതാവ് പറഞ്ഞ അതേ കള്ളത്തരമാണ് പ്രമേയ അവതാരകനും പറഞ്ഞത് എന്നും വ്യക്തിപരമായ അധിക്ഷേപമാണ് തനിക്കെതിരെ അവർ നടത്തിയത് എന്നും അതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും ആവർത്തിച്ചു. ഓരോ വർഷം പിന്നിട്ട് വൈകിയാണ് UDF സർക്കാർ ഓണറേറിയം ആശമാർക്ക് നൽകിയിരുന്നതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇൻസെന്റീവ് ഇനത്തിൽ 100 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതും സംസ്ഥാനം മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. ആശാവർക്കർമാർക്ക് ആദ്യമായി ഉത്സവഭത്തം നൽകിയത് കേരളമാണ്. ഇവർക്ക് വിദ്യാഭ്യാസം നേടുന്നതിന് വരെ പിന്തുണ നൽകി. അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിന്റേതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കോവിഡ് സമയത്ത് പോലും സ്വന്തം ജീവൻ പണയപ്പെടുത്തി കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രവർത്തിച്ച ആശമാർ 23 ദിവസങ്ങളിലായി വെയിലത്തും മഴയത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപിച്ചു. 7000 രൂപ മാത്രമാണ് അവർക്ക് കിട്ടുന്നത് എന്നും അതുപോലെ 3 മാസം മുടങ്ങിയപ്പോഴാണ് സമരം നടത്തിയതെന്നും 700 രൂപ ദിവസവേതനമുള്ള സംസ്ഥാനത്ത് ആശമാർക്ക് കിട്ടുന്നത് 232 രൂപയാണെന്നും പറഞ്ഞു. അവർക്ക് 700 രൂപ പ്രതിഫലം നൽകുമെന്ന് LDFന്റെ 2021 പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. ഇവർ നൽകിയ ആ വാഗ്ദാനത്തിന് വേണ്ടിയാണ് ആ സാധു മനുഷ്യർ ഇപ്പോഴും സമരം ഇരിക്കേണ്ടി വരുന്നത്. സ്വന്തം ഓഫീസ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പരിഗണിക്കാതെയാണ് മുഖ്യമന്ത്രി ആഗോള നിക്ഷേപ സംഗമത്തിന് പോയത് എന്നൊക്കെയാണ് രാഹുൽ ആക്ഷേപിക്കുന്നത്. എന്നാൽ വീണ ജോർജിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ കണ്ണുമിഴിച്ചിരിക്കുകയാണ് ഒന്നും പറയാതെ രാഹുൽ ചെയ്തത്. ആശാവർക്കർമാരോടുള്ള അതിരു കവിഞ്ഞ സ്നേഹവും സഹാനുഭൂതിയും ഒന്നുമല്ല ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ്. പിണറായി സർക്കാരിനെതിരെ ആക്ഷേപം ഉന്നയിക്കാൻ കിട്ടിയ ഒരു സാഹചര്യത്തിനെ വൻ അവസരമായി കണ്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന കുടിലതന്ത്രമാണിത്. അതല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് BJP സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസിന് മിണ്ടാട്ടം മുട്ടിയത്? കോൺഗ്രസും BJPയും സഖ്യം ചേർന്നുകൊണ്ട് പിണറായി സർക്കാരിനെതിരെ നടത്തുന്ന ഈ ഗൂഢാലോചന ലക്ഷ്യം കാണില്ല എന്ന് ഉറപ്പാണ്.